കേരളത്തിൽ ഇതുമാത്രമല്ല, നാഷണൽ ഹൈവേ മാത്രമല്ല, വളരെ കാലമായി മുടങ്ങിക്കിടന്ന ഒരു പദ്ധതിയായിരുന്നു ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ. അവരും നാടുവിട്ടതായിരുന്നു. കുറേ കാലം മുൻപ് തന്നെ 2016 ശേഷം ആ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ തുടങ്ങി. ഇപ്പോൾ എത്രയോ വർഷമായി ഗ്യാസ് ആ പൈപ്പിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പദ്ധതിയായിരുന്നു പവർ ഹൈവേ, എടമൺ കൊച്ചി പവർ ഹൈവേ. നാട്ടിലേക്കുള്ള വൈദ്യുതി കൊണ്ടുവരാനുള്ള ലൈനാണ്. ഉപേക്ഷിച്ച് പവർ ഗ്രിഡ് കോർപ്പറേഷൻ സ്ഥലം വിട്ടു. 2016 LDF സർക്കാർ വന്നപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു, പണി ആരംഭിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. ഇതൊക്കെ നേരത്തെയുള്ള എതിർപ്പുകാർ നാട് വിട്ടതുകൊണ്ടല്ല, അവർ കേരളത്തിൽ തന്നെയുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മുടെ പദ്ധതികൾ നടപ്പാക്കലാണ്. പദ്ധതികളെ എതിർക്കുന്നവരുണ്ടാവും. ആ എതിർക്കുന്നവരുടെ കൂടെ നിൽക്കാനല്ല ഗവൺമെൻറ്. ഒരു പദ്ധതി നടപ്പാക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത LDF സർക്കാരിന് നിറവേറ്റാനായി. എതിർപ്പുകാരപ്പോഴും ഉണ്ടായി. അവരോട് കാര്യങ്ങൾ വ്യക്തമാക്കി. ചിലർ എതിർപ്പ് ഉപേക്ഷിച്ചു, സഹകരിച്ചു. എതിർപ്പോടുകൂടി നിന്നവർ പദ്ധതിയെ മുടക്കാൻ കഴിവില്ലാത്തവരുമായി. കാരണം അതിൻ്റെ മുന്നിൽ വഴങ്ങില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. അങ്ങനെയാണ് ഇതൊക്കെ യാഥാർത്ഥ്യമായത്. ഇവിടെ ഇത്തരം പദ്ധതികൾ മാത്രമല്ല, എത്രയോ പദ്ധതികൾ നമ്മുടേതായി നാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗം തീരദേശ ഹൈവേ, വേറൊരു ഭാഗം മലയോര ഹൈവേ. രണ്ടിനും കൂടി 10,000 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് ചെലവിടുന്നത്. ആ 2 പദ്ധതികളും നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കോവളത്ത് നിന്ന് ബേക്കലിലേക്ക് എത്തുന്ന ജലപാത വൻപിച്ച മാറ്റം കേരളത്തിലെ ടൂറിസം രംഗത്തുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം 600 കിലോമീറ്ററോളം, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അത്രത്തോളം ഉണ്ടാവില്ല, ചേറ്റുവ വരെയായിരിക്കും. എങ്കിലും അത്തരമൊരു ബോട്ട് യാത്ര നടത്താൻ ടൂറിസ്റ്റുകൾക്ക് അവസരമുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ടൂറിസ്റ്റുകൾക്കാകെ ഒരു ഹരമായി മാറും. ഇവിടെ LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടും ആ സർക്കാരിനെ ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചതുകൊണ്ടുമാണ് ഈ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. അതുതന്നെയാണ് ഈ പാലത്തിൻ്റെയും അവസ്ഥ എന്ന് നമ്മൾ കാണണം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ റോഡുകൾ, പാലങ്ങൾ, ഓവർബ്രിഡ്ജുകൾ, ഫ്ലൈ ഓവറുകൾ എല്ലാം വൻതോതിലല്ലേ വന്നത്. കേരളത്തിലെ പാലങ്ങൾ 150-ലധികമായി എന്താണ് ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന കണക്ക്. 100 പാലാണ് നേരത്തെ കണക്കാക്കിയതെങ്കിൽ വളരെ നേരത്തെ തന്നെ 3 വർഷമാകുമ്പോൾ തന്നെ ആ 100 പാലങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. ഇതൊക്കെ
നാടിനോട് പ്രതിബദ്ധതയുള്ള മുന്നണി നാട് ഭരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഉണ്ടായൊരു കാര്യമാണ്. എല്ലാവരും ഒരുപോലെയായിരുന്നുവെങ്കിൽ 2011-16 കാലത്ത് നമ്മുടെ നാട് വല്ലാതെ പുറകോട്ട് പോകില്ലായിരുന്നു. നമ്മുടെ നാടിന് ഒരു രംഗത്തും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥ ആ കാലത്ത് വന്നത് എല്ലാവരും ഒരുപോലെ അല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നാടിൻ്റെ വികസനത്തിൽ താല്പര്യം വേണം, ജനങ്ങളോട് പ്രതിബദ്ധത വേണം. നമ്മുടെ നാട് ഇന്നെല്ലാ മേഖലയിലും നല്ലതുപോലെ അഭിവൃദ്ധിപ്പെട്ടു നിൽക്കുകയാണ്. ഈ പശ്ചാത്തല സൗകര്യ വികസനം എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്? ഇവിടെ പറഞ്ഞു, കിഫ്ബിയാണ് ആദ്യം 100 കോടി രൂപ അനുവദിച്ചത് എന്ന്. ആ കിഫ്ബി 2016 LDF സർക്കാർ പുനർജീവിപ്പിച്ച ഒരു സംവിധാനമായിരുന്നു. എന്താ കാരണം? ആവശ്യങ്ങൾ പലതാണ്. ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല. ആ പണം ഖജനാവിൽ കുറവാണ്. ഒരു സമാന്തര ധനസ്രോതസ്സ് വേണം. ആ സമാന്തര ധനസ്രോതസ്സാണ് കിഫ്ബിയിലൂടെ നാം കണ്ടെത്തിയത്. അപ്പോൾ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി കിഫ്ബി പണം ചെലവഴിക്കുന്നു. അത് നാടിൻ്റെ വികസനത്തിന് സഹായിക്കുന്നു. അന്ന് 50,000 കോടി രൂപയാണ് നാം ഈ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതിക്കായി കിഫ്ബിയിലൂടെ ചെലവിടുമെന്ന് കണ്ടത്. എന്നാൽ അതിനെയും എതിർക്കാൻ ആളുകളുണ്ടായി, വലിയ തോതിൽ ആക്ഷേപിക്കാൻ ആളുകളുണ്ടായി, വൻപിച്ച തോതിൽ പുച്ഛിക്കാൻ ആളുകളുണ്ടായി. എവിടുന്ന് കിട്ടാനാണ് പണം? ഇതൊക്കെ ആളുകളെ പറ്റിക്കാനല്ലേ, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ലേ എന്നൊക്കെ പറഞ്ഞ ആ ആളുകളുടെ എല്ലാം കൺമുന്നിൽ തന്നെ കിഫ്ബിയുടെ സഹായത്തോടെ പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയാണ്. 2021 5 വർഷം പൂർത്തിയായി. ആ 5 വർഷം പൂർത്തിയായപ്പോൾ നാം കണ്ടത് 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ്. ഇപ്പോൾ 2026 പിന്നെയും 5 വർഷം പിന്നിടുന്നു. ഇപ്പോഴെത്രയാ? 1,10,000 കോടി രൂപയുടെ പദ്ധതികളിലേക്ക് എത്തിയിരിക്കുന്നു. എവിടെ നോക്കിയാലും അതിൻ്റെ സാക്ഷ്യപത്രങ്ങൾ കാണാം. സ്കൂളുകളായി, ആശുപത്രികളായി, റോഡുകളായി, പാലങ്ങളായി, ഓവർബ്രിഡ്ജുകളായി, ഫ്ലൈ ഓവറുകളായി, വിവിധ രീതിയിലുള്ള പദ്ധതികളായി ഇതെല്ലാം നാടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ സാധാരണഗതിയിലാണെങ്കിൽ ഒരു 50 വർഷത്തിന് ശേഷം പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ 50-100 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന 10 വർഷം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് കാരണം നാടിനോടുള്ള പ്രതിബദ്ധത LDFന് വേണ്ടത്ര ഉണ്ട് എന്നത് തന്നെയാണ്. ഏത് രംഗമെടുത്താലും അഭിവൃദ്ധിപ്പെട്ടതായി കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ നാടിൻ്റെ ഓരോ രംഗവും ഇപ്പോൾ വിശദമായി പരിശോധിക്കാൻ ഞാൻ പുറപ്പെടുന്നില്ല. ഏത് രംഗമെടുത്താലും കാണാൻ നമുക്ക് സാധിക്കും. വിദ്യാഭ്യാസ രംഗം, അത് പൊതുവിദ്യാഭ്യാസ മേഖലയായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയായാലും വലിയ തോതിൽ സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി.